അപ്പൊ ഇതാണ് നമ്മുടെ ജല്ലിക്കെട്ട് ഐറ്റം. എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അനുസരണയാണ് കേട്ടോ. കണ്ടോ, തെക്കും വടക്കും ഒക്കെ തിരിഞ്ഞോണ്ടിരിക്കുക. ഹലോ കുട്ടപ്പാ. ലക്ഷ്മി, അപ്പുറത്തെ ഒരു അപ്പക്കാള ഇരിപ്പുണ്ട്. ബിനീഷ് അപ്പക്കാള മഞ്ഞ മഞ്ഞ. അവൻ അപ്പക്കാളയല്ല, അവൻ എപ്പോഴും കാളയാണ്. നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ ജല്ലിക്കെട്ട് ഈ ഒരു ഗെയിം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വിശ്വാസമല്ല, ഞാൻ ജയിക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ടീമിൽ കുറെ പോത്തുകളാണ് ഇരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ കയറി ഇരുന്നിട്ട് കുട്ടപ്പാ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുട്ടപ്പനെ മെരിക്കണം. ഈ മെരിക്കുന്ന സമയത്ത് കുട്ടപ്പൻ ചിലപ്പോൾ ഓടും, കറങ്ങും, ചാടും. കുട്ടപ്പന്റെ മേലിൽ നമ്മൾ വീഴാനേ പാടില്ല. കുട്ടപ്പന്റെ ഗെയിം കാണുമ്പോഴേ ശരിക്കും ഈ ഗെയിം മിസ് ചെയ്യണ ഒരാളുണ്ട്. ഐശ്വര്യ. ശരി, അപ്പൊ എന്തായാലും കുട്ടപ്പൻ റെഡിയാണ്. ഒരു ടീമിൽ നിന്ന് ഒരു മെമ്പർ വരിക, ഒരു ടീമിൽ നിന്ന് ഒരു മെമ്പർ വരിക. ഓക്കെ, എല്ലാരും രാജാക്കളുടെ നിന്റെ ഒക്കെ എല്ലുകളൊക്കെ ഊരാൻ വന്ന രാജ. അതിന് പണ്ട് പാരാത്രി ഒരു മണിയൂറാണ് വാതിൽ മുട്ടിയപ്പാണ് ആദ്യമായിട്ട് ഞാൻ ആ വാക്ക് കേൾക്കണേ. ആരാണ് നീ, എന്തരാണ് എനിക്ക് വേണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അമ്മ വേണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞ് ഈ മാന അറിയില്ലെന്ന്. അതോടെ തീർന്നു കിട്ടി ഊരും പേരും ഒക്കെ. കണ്ടിരിക്കുന്നത് ഇത്തയിട്ട പേരാണ് മാണിക്യം, രായമാണിക്യം. ഞാൻ അത് തന്നെന്നാണ് അറിയാൻ വേണ്ടി ഒരു അടയാളം ഉണ്ട് കേട്ടാ. പണ്ട് പിന്നെ ഇനി ബാക്കിയിട്ടാരോ വേറെ ആരെങ്കിലും പറഞ്ഞല്ലേ. ഇപ്പൊ ചേട്ടൻ ഒരു ഡയലോഗ് അടിച്ചു, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം. ഞാൻ വാങ്ങിക്കുന്ന പൈസക്ക് ഞാൻ എന്തെങ്കിലും പറയണം. നിന്നെ പോലെ ഗ്യാസൂറ്റി പോലെ ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയാ. ലക്ഷ്മി, ഈ കാളയോട്ട മത്സരത്തിൽ നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ തേച്ച് ഫ്രൈ അടിക്കാൻ നിർത്തിയേക്കണ ഈ അപ്പക്കാള നിങ്ങൾക്ക് സ്വന്തം. നേരെ മറിച്ച് ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾ എന്ത് തരും? ഇതിനെടുത്തോ? വേറെ വേറെ ഞങ്ങള് നെയ്പുള്ളി വെച്ച് ബിരിയാണി വെച്ച് തരാം. അത് കേട്ടപ്പോഴേ ലക്ഷ്മി കാളെ അവരെ കണി കാണിച്ചോണ്ടിരിക്കുകയാണ്. 6 പോത്തുകളും 4 ചീട്ടുകളും വെച്ച് ഈ വെല്ലാരിയില് വ്യാപാരം തുടങ്ങിയായിരുന്നു ഞാൻ. എന്റെ അടുത്താണ് മുട കണ്ട ഇടവിട് കണ്ണ. ഏതായാലും ചെല്ലക്കിളി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഏതായാലും ഒരു വര കൂടി വരേണ്ടി വരും. അവൻ വെറും പുലിയല്ല കേട്ടാ, പുപ്പുലിയാണ്. കഴുതപ്പുലി. നമ്മുടെ ടീമിലെ അപ്പക്കാള ജയിച്ച ഇവിടെ ടീമിലിരിക്കുന്ന ആ പോത്തിനെ വെട്ടാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇത് മമ്മൂക്കായിട്ട് പറയണം. പറയണില്ലേ? ഇതാണ് സൂസു നിർത്താൻ കാരണം. നമ്മുടെ ടീമിലെ ഉമ്മൻചാണ്ടി സാറിന്റെ ഫിഗറാ. നമ്മുടെ ടീമിലെ അപ്പക്കാള ജയിച്ച നിങ്ങൾ ടീമിലെ ഈ പോത്തിനെ വെട്ടാൻ നിങ്ങൾ സമ്മതിക്കുമോ? എന്നെ സ്റ്റാർ മാജിക്ക് വിളിച്ചവനെ ആദ്യം അടിക്കണം. അടിച്ചതിന് ശേഷമേ ഷോ ഡയറക്ടറാണ് എന്നെ വിളിച്ചത്. ഒരിക്കലും ആ ഡയറക്ടർ ഒരിക്കലും വിളിക്കില്ല. ഒരിക്കലും ഒരു ഡയറക്ടറൊന്നും ഒരു ആർട്ടിസ്റ്റിനെ നേരിട്ട് വിളിക്കില്ല. നിനക്കിത് എങ്ങനെ അടി? ദിവസക്കൂലിയാണോ അതോ ആഴ്ചക്കൂലിയാണോ ഈ വന്ന് ഈ പൊട്ടത്തരം പറയുന്നതിന്? ചേട്ടാ അവിടെ ഇരുന്ന് ഉറങ്ങണേക്കാളും ഭേദമുണ്ട്. ആരുറങ്ങി? സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് ഒരുമിച്ച്. നേരത്തെ പറഞ്ഞ പോലെ കുട്ടപ്പന്റെ മേലൊരു കയറ് മാത്രമേ ഉള്ളൂ. അതിൽ മാത്രമേ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. താഴെ വീഴാതെ മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്ത് കുട്ടപ്പന്റെ കൂടെ നിങ്ങൾക്ക് എത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാര്യം. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും പോയിന്റ് കിട്ടുക. ഞാനിതിനെ ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെ ഇരിക്കും? വളരെ നല്ലതായിരിക്കും. പിന്നല്ല. അപ്പൊ ജല്ലിക്കെട്ടിലേക്ക് നമ്മുടെ കുട്ടപ്പനെ കാണാൻ തങ്കുതാ എൻട്രി ആണ് ഒരു പെർഫോമൻസിലൂടെ കേട്ടോ. കുട്ടപ്പനെ ഒന്ന് സോപ്പിടണല്ലോ. തങ്കു
എൻ്റെ കൂടെ ഇതിൽ സഹകരിച്ചാൽ ഇതിൽ കിട്ടുന്ന സമ്മാനം കൊണ്ട് നിനക്ക് ഞാനൊരു നെക്ലസ് മേടിച്ചു തരും. നസീറിന്റെ ആക്ഷനും ജയന്റെ ഡയലോഗും. നിങ്ങളിപ്പോൾ കണ്ടത് ജയനല്ല, ഇതാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കാന്താര ക്ലൈമാക്സ് സീനിലെ ഋഷഭ് ഷെട്ടി. ആൾക്ക് ഇത് പോത്താണോ കുതിരയാണോ തിരിച്ചറിയാൻ പറ്റാതായി പോയി. അല്ല, നമ്മളത് പോത്തിനെ കുതിരയാക്ക, കുതിര പോത്താക്ക, അത് ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവാണത്. ജയേട്ടാ അവൾക്ക് എന്ത് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞത്? അവൾക്ക് പിന്നെ നെക്ലസ് മേടിച്ചു കൊടുക്കും. നെക്ലേസാ? എന്റെ 5 പൈസ കയ്യില്ലാത്ത നിങ്ങളാണ് നെക്ലേസ് വാങ്ങിച്ചു കൊടുക്കാൻ പോണത്. എങ്ങനെ പൈസ ഉണ്ടോ? നീ എല്ലാം എടുത്തോണ്ട് പോവല്ലേ? പൈസ ഉണ്ടോ? വിശ്വസിക്കരുത്. ഇത് കുഞ്ഞാവ് ഡേ കയറി കിടന്ന് ഉറങ്ങണ പോലെ ഉണ്ടല്ലോ. തങ്കു പേടിയുണ്ടോ? തെല്ലുമില്ല, തെല്ലും പേടിയില്ല. കുട്ടപ്പ ഇവൻ മേളി ഇരിക്കുന്നോണ്ട് നിനക്ക് പേടിയുണ്ടോടാ? ഭീമന്റെ കുന്റെ കാളയാണ് ഇത്. ശരി 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 ചേട്ടാ സെറ്റ് വല്ല മുടിയൊക്കെ സൂക്ഷിച്ചോണം. തങ്കുവിനിപ്പോ ടെൻഷൻ ലെവലേഷൻ തെല്ല് പോലും ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളേ. കുട്ടപ്പ ഗെറ്റ് റെഡി, മൂവിംഗ് ഓൺ ടു ദി ഗെയിം. ജല്ലിക്കെട്ട് കൗണ്ട് ഡൗൺ പ്ലീസ്. കണ്ണു തുറന്നിരിക്കണം. ചേട്ടാ വിടരുത്. അവിടെ കാല് വെച്ച് കേറി വാ. ആ കട്ടിങ് ചവിട്ട്. കാളയ്ക്ക് ചെള്ള് രോഗമുണ്ടോ? കാളയുടെ പുറത്തൊരു ചെള്ളിരിക്കുന്നു. അങ്ങച്ചാ നിന്റെ വേട്ടമ്പള്ളി കണ്ട കാളയാടാ, നിന്നെ എടുത്തെറിയാണ്. തങ്കു is out. എങ്ങനെയുണ്ടായിരുന്നു തങ്കു? എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പോവാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എങ്ങനെയുണ്ട്? കുട്ടപ്പൻ സ്മാർട്ട്, അടിപൊളി കുട്ടപ്പ. നമ്മുടെ ടീമിൽ ആരെയും അങ്ങനെ തോൽപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഇനി പല ആൾക്കാരും ഇങ്ങോട്ട് കയറി വരുന്നുണ്ടല്ലോ, അപ്പൊ ശരിയാക്കി കൊടുക്കാം.